ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു ചെറിയ ഈവനിങ് വ്ളോഗായിട്ടാണ് ഞാൻ വന്നത്. നമ്മൾ ഇന്നൊന്ന് പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈവനിങ് ഒരു 5-5:30 ആകുമ്പോഴത്തേക്കാണ് നമ്മൾ പുറത്ത് പോകുന്നത്. അപ്പം ഞാൻ മാത്രമല്ല, ഉമ്മയും ഹസ്ബൻഡും പിന്നെ എൻ്റെ മോനും ഇത്താത്തൻ്റെ മോളും ഉണ്ട്. നമ്മളെല്ലാവരും കൂടി എവിടേക്കാണ് പോകുന്നത് എന്ന് വെച്ചാൽ പള്ളിയിലേക്കാണ് പോകുന്നത്. ഞാൻ പ്രസവിക്കുന്ന ടൈം എൻ്റെ ഉമ്മ പള്ളിയിലേക്ക് നേർച്ച നേർന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് പോകാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഉച്ചക്കേ പോകാൻ കഴിഞ്ഞതാണ്. പക്ഷേ ഹസ്ബൻഡ് വൈകുന്നേരം വരും എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ഒരു വൈകുന്നേര സമയത്താണ് പോകാൻ ഇറങ്ങിയത്. പോകാൻ നേരം നമ്മൾ ലാജിക്കുട്ടൻ നമ്മളെപ്പരം വരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെപ്പരം എന്നല്ല, എൻ്റെ ഉമ്മ എവിടെയാണ് പോകുന്നത് അവിടെയൊക്കെ ഇവൻ കൂടെ വരും. അപ്പോൾ ഉമ്മ പകുതിക്കെന്ന് പറയുന്നുണ്ട്, നീ വരണ്ട, നമ്മൾ വേഗം പോയിട്ട് വരാമെന്ന് പറയുന്നത് കേട്ടിട്ട് നമ്മൾ പൂച്ച അവിടെ തന്നെ നിന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ നേർച്ച എന്ന് വെച്ചാൽ ഞാൻ പ്രസവിച്ച പാടി പോകാൻ വേണ്ടിയിട്ടാണ് നേർച്ചയാക്കിയത്. പക്ഷേ ഇപ്പോൾ പോകുമ്പോഴത്തേക്ക് നമ്മളെ മോനിക്ക് ഏകദേശം ഒരു 2 വയസ്സാവാനായിട്ടുണ്ട്. നമ്മൾ ഉമ്മ മറന്നുപോയി. പക്ഷേ പോകാൻ വേണ്ടി കഴിയും. പക്ഷേ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യം കൊണ്ടാണ് നമ്മൾ പോകാണ്ടുന്നത്. നമ്മൾ പൂച്ച അവിടെ തന്നെ നിന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ മോളെയും കൂട്ടിയിട്ട് നമ്മൾ നേരെ പള്ളിയിലേക്കാണ് വിട്ടത്. ഉമ്മ 2-3 പള്ളിയിലേക്ക് നേർച്ചയാക്കിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അടുത്തായതുകൊണ്ട് നമ്മൾ അങ്ങനെ വേഗം പോയി തീർത്തി. ഇത് കുറച്ച് ദൂരമാണ്. പിന്നെ ഉമ്മക്ക് വഴിയും കാര്യങ്ങളൊന്നും അറിയില്ല. എൻ്റെ അനിയൻ്റെ ചെറുപ്പത്തിലാണ് എൻ്റെ ഉമ്മ ആദ്യമായിട്ട് പോയിട്ടുള്ളത്. പിന്നെ പോകുന്നത് ഇപ്പോഴാണ്. അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഊഹം വെച്ചിട്ടാണ് നമ്മൾ അവിടേക്ക് പോയത്. അവിടെ എന്ന് വെച്ചാൽ ആരും ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെ അധികം ക്ലിപ്സും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഈവനിങ്ങിൽ ഒരു ചെറിയൊരു വ്ളോഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. പിന്നെ പള്ളിയിലൊന്നും ഒറ്റ കുട്ടി ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് വെള്ളമൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ അവിടുന്ന് വേഗം തന്നെ ഇറങ്ങിയിരുന്നു. പിന്നെ അവിടുത്തെ അന്തരീക്ഷം എന്ന് വെച്ചാൽ നല്ല കാമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. അവിടുന്ന് കാണാൻ തന്നെ പള്ളിയും അതിൻ്റെ ചുറ്റുപാടും കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് വേഗം ഇറങ്ങിയിരുന്നു. പോകുമ്പോൾ ഒരാൾ ബാക്കിലാണ് ഉണ്ടായത്. വരുമ്പോൾ എന്നാൽ 2 കൂടി മുന്നിലായി. പിന്നെ എനിക്കൊന്നും കാണാൻ പറ്റിയിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ വരുമ്പോഴത്തേക്ക് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീടെത്താനാകുമ്പോഴാണ് മഴ പെയ്തത്. അതുകൊണ്ട് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ മറ്റൊരു നല്ല വീഡിയോയും കാര്യങ്ങളായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ടാറ്റ ബൈ ബൈ.